തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നമ്മോടൊപ്പം ചേർന്നുണ്ട്. പത്മജയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, എത്രത്തോളം ആത്മവിശ്വാസവും എത്രത്തോളം പ്രതീക്ഷയുമാണ് പത്മജ വേണുഗോപാൽ നമ്മോട് പങ്കുവയ്ക്കുന്നത്? വിഷ്ണു, എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ സജീവമായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നേരിട്ട് പോയി കണ്ട് ആ ഒരു പരിചയം പുതുക്കൽ, സൗഹൃദം പുതുക്കലൊക്കെ ആയിട്ട് സജീവമായിട്ട് മണ്ഡലത്തിലുണ്ടായിരുന്നു. എന്തായാലും പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം പത്മജ വേണുഗോപാൽ തന്നെ ചേരുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്കൊപ്പം പത്മജ വേണുഗോപാൽ ചേരുന്നു. ആദ്യ ദിവസം തന്നെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ, ചുവരെഴുത്തുമായിട്ടൊക്കെ കണ്ടപ്പോൾ വലിയൊരു ആവേശത്തിലായിരുന്നു. അതായത് വിജയം നമ്മൾ ഉറപ്പിച്ച് മട്ടിലായിരുന്നു നമ്മുടെ സംസാരം. ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പേര് വരുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കാരണം അന്ന് ഞാൻ എല്ലാവരും പോയി കണ്ടു തുടങ്ങിയിരുന്നില്ല. പക്ഷെ ആൾക്കാരെ കണ്ടു തുടങ്ങുമ്പോൾ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, പഴയ ഓർമ്മകൾ എല്ലാം അച്ഛനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഞാനുമായിട്ടും വ്യക്തിപരമായിട്ടും അടുപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന വാക്കുകൾ ഭയങ്കര അധികം ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾ എന്നെ ജയിപ്പിക്കും ഇപ്രാവശ്യം, അതെനിക്ക് ഉറപ്പാണ്. പത്മജനെ ആദ്യ ദിവസം കണ്ടപ്പോഴേക്കും നമ്മളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, BJP-ക്കാർ ആരും എന്നെ ചതിക്കില്ല, അതാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ചതിക്കാത്തവർക്കൊപ്പം മുന്നോട്ട് പോകുമ്പോൾ ആ ചുവടുവയ്പ്പിന് എത്രത്തോളം ഒരു ബലമുണ്ട്, ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കോൺഗ്രസ്, ഞാനിപ്പോൾ അവരെ കുറ്റം പറയാനൊന്നുമില്ല, അവർ പണ്ടത്തെ രീതി അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ആശ്വാസം, കൂടെ നിൽക്കുന്നവരെല്ലാം വിശ്വസ്തരായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിനേക്കാളും ആ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട്, ഞാൻ വല്ല രാത്രി കിടക്കുമ്പോൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പം ഞാൻ ഇതേമാതിരി തന്നെ ഇരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. മറ്റേത് അങ്ങനെയല്ല, അയ്യോ ഇയാൾ നാളെ ഇതാക്കുമോ, മറ്റാൾ ചതിക്കുമോ, ഇനി ആരാ പിന്നിന്ന് കളിക്കണേ, ഇങ്ങനെ 100 ചോദ്യങ്ങൾ. കാരണം ഇലക്ഷൻ്റെ 1.5 മാസം ഉറങ്ങാൻ പറ്റാറില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ പക്ഷേ ഭയങ്കര ആത്മവിശ്വാസമുണ്ട് എനിക്ക്. BJP-യെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അഭിമാനപൂർവ്വം അവർ അവതരിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. അതേപോലെ തന്നെ ഐതിഹാസികമായിട്ടൊരു വിജയം കൈവരിച്ച ഒരു ജില്ലയാണ്. ആ ഒരു കാലഘട്ടത്തിൽ 1 വർഷം തികയുമ്പോഴാണ് അടുത്തൊരു രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാകുന്നത്. അപ്പോൾ തൃശ്ശൂർ ചരിത്രം ആവർത്തിക്കുമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ മാതിരി പണ്ട് കാലത്ത് ഇന്ന ആൾക്കാർ കോൺഗ്രസ്, ഇന്ന ആൾക്കാർ, ഇതങ്ങനെയല്ല. ഇപ്പോൾ BJP-യിലേക്ക് ഭയങ്കര, പ്രത്യേകിച്ച് മോദിജിയോടുള്ള ആൾക്കാർക്കുള്ള താല്പര്യം. ഞാൻ എവിടെ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് എനിക്കൊന്ന് സ്ത്രീകളിലാണ് മോദിജിയോടുള്ള. അപ്പോൾ ആ ഒരു എന്താ പറയേണ്ട വിശ്വാസം കാണുമ്പോൾ, ആ സ്നേഹം കാണുമ്പോൾ അതിലൊരു പങ്ക് നമുക്കും കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ പ്രചരണമൊക്കെ, ഈ നൂതന സംവിധാനങ്ങളിലൂടെയൊക്കെ ആ കാലഘട്ടമാണ്. അപ്പം ഏത് തരത്തിലാണ് പ്രചാരണം കൊണ്ടുപോകാനായിട്ട് പത്മജി ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാ വഴിയും, കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പഴയതായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം പുതിയ നോക്കണം. പിന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചേരാനുള്ള എന്താ വഴികൾ, അത് ഏറ്റവും നല്ലത് സ്നേഹവും നമ്മുടെ ആത്മാർത്ഥതയും അവർ തിരിച്ചറിയുന്നൊരു നിമിഷമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. അത് എനിക്കിപ്പോൾ നല്ലോണം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ 2 പ്രാവശ്യം ഞാൻ നിർത്തി, എന്നെക്കാളും വിഷമമായിരുന്നു ഞാൻ തോറ്റപ്പോൾ പലർക്കും. അപ്പോൾ അവർക്ക് ഇപ്രാവശ്യമെങ്കിലും ചേച്ചീനെ ജയിപ്പിക്കണം എന്നാണ് എന്നെ കാണുമ്പോൾ ആദ്യം പറയുന്നത്. അത് വലിയൊരു ആത്മവിശ്വാസം തരുന്ന വാക്കുകളാണ്. ചേച്ചീനെ തൃശ്ശൂർ മണ്ഡലം ആവശ്യപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അവരെ ആവശ്യപ്പെടുന്നുണ്ട്, അവരെന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നെ ആവശ്യപ്പെടുന്നേക്കാളും എനിക്ക് അവരെയാണ് വേണ്ടത്. കാരണം എൻ്റെ തൃശ്ശൂർ, ഞാൻ ജനിച്ചു വളർന്ന ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പഴയ കാലങ്ങൾ, നടന്ന വഴികളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരിക്കൽ കൂടെ അവരുടെ ഇടയിൽ എനിക്ക് ജീവിക്കണം എന്നുണ്ട് കുറച്ച് കാലം. അപ്പോൾ അതിനുള്ളൊരു അവസരം അവരെനിക്ക് തരും. തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണവും, നൂതന സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രചാരണത്തിനാണ് BJP ഇവിടെ തുടക്കമിടുന്നത്. അതായത് എല്ലാത്തരം വിഭാഗങ്ങളിൽ നിന്നും വോട്ട് സമാഹരിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കും. 2024 സംഭവിച്ച ആ ഒരു ഐതിഹാസികമായിട്ടുള്ള വിജയം, അത് നിയമസഭയിലേക്കും തൃശ്ശൂരിൽ നിന്ന് ഇക്കുറി ഉണ്ടാകുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്.